വെൽക്കം ടു മിസ്റ്റർ ആൻഡ് മിസ്സസ് വിഷ്ണു ഫാമിലി. ഇന്ന് നമ്മുടെ സീതയുടെ രണ്ടാമത്തെ ചോറൂണാണ്. കൈനീരി വെച്ചിട്ടാണ് ചോറൂണ്. സമയമായി, ഞങ്ങൾ വന്നപ്പോഴാണ് ഇൻട്രോ എടുക്കുന്നത്. കൈനീരിയിൽ പുല്ലോട്ടമ്പലത്തിൽ വെച്ചിട്ടാണ്. നമ്മുടെ സീതയുടെ രണ്ടാമത്തെ ചോറൂണാണ് ഇന്ന്. കൈനേരിയിൽ വെച്ചിട്ടാണ്. ആദ്യത്തെ നമ്മൾ ചൂനക്കര വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മാസം. അപ്പോൾ ഇത് എൻ്റെ വീടിനടുത്തുള്ള ഒരു അമ്പലത്തിൽ വെച്ചിട്ട് കൊടുക്കാൻ പോവാണ്. 8:30 ആകുമ്പോൾ ചെല്ലണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അത്യാവശ്യം നേരത്തെ തന്നെ ഇറങ്ങി. 5:45 6 മണി അതിന് മുമ്പ് ഇറങ്ങിയെന്ന് തോന്നുന്നു. ഇരുട്ടൊക്കെ കണ്ടിട്ട് സമയം മറന്നുപോയി. വണ്ടിയിൽ കയറിയതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ രണ്ടാളും എണീറ്റിരുന്ന് കാഴ്ചയൊക്കെ കണ്ടു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കാശിയും സീതയും ഉറങ്ങിപ്പോയി. ഞങ്ങൾ വരുന്നത് ചെക്കുളത്തുകാവിൻ്റെ ഇതിലായതുകൊണ്ട് അമ്പലത്തിൽ ഒന്ന് കയറി. അമ്മു ജസ്റ്റ് ഒന്ന് ഇറങ്ങിപ്പോയി തൊഴുതിട്ടൊക്കെ വന്നു. കുഞ്ഞുങ്ങൾ ഉറക്കാണ്ട് ഞാനും അമ്മയും ഒന്നും ഇറങ്ങിയില്ല. കൈനേരി എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, പാടങ്ങളും കായലുകളൊക്കെ കൊണ്ട് ഫേമസ് ആയൊരു സ്ഥലമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ പോകുന്ന വഴി. ഞങ്ങളങ്ങനെ കൈനേരിയിലെത്തി. ഇതാണ് കൈനേരി പഞ്ചായത്ത് ബസ് സ്റ്റോപ്പ്. ഇവിടെ നിന്നാണ് ഞങ്ങളൊന്ന് ബസ് കയറുന്നത്. പിന്നെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് സാധനങ്ങളൊക്കെ എടുത്ത് ഇനി ബോട്ടിന് പോകണം. സോ ഇവിടെയുള്ള ഈ ബോട്ട് ജെട്ടിയിൽ നിന്നാണ് ഞങ്ങൾ ബോട്ട് കയറാൻ നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ട് തന്നെ ചെറിയൊരു ഹോട്ടലുണ്ട്. അവിടെ എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ വൈഫ് പേരമ്മ നിൽക്കുന്നുണ്ട്. അവിടെ കയറി അമ്മയും കണ്ട് അവിടെ നിന്ന് ചായയും വടയൊക്കെ കഴിച്ചു. പിന്നെ അമ്മ ചോറുണ്ണുന്ന സമയമാകുമ്പോഴത്തേനും അങ്ങ് എത്തിക്കോളാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ കയറാൻ പോകുന്ന ബോട്ടിൽ തന്നെ എൻ്റെ അച്ഛനും അമ്മയും ഉണ്ണിയും കയറുന്നുണ്ട്. അവർ ഇപ്പോൾ കന്നിട്ടയിൽ താമസിക്കുന്നതുകൊണ്ട് ആ ബോട്ടിൽ ഇപ്പോൾ ഞങ്ങളും ആ ബോട്ടിൽ തന്നെ കയറി. ഓരോരുത്തർ സീറ്റുള്ളതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ടിരുന്നു. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഒരാൾ കാശി ഉണ്ണിയുടെയിലും സീത അച്ഛൻ്റെയിലൊക്കെ ആയിരുന്നു. അവരും ഇങ്ങനെ ബോട്ടേക്ക് കയറിയപ്പോൾ തൊട്ട് ചുറ്റിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിപ്പായിരുന്നു. ഞങ്ങളിപ്പോൾ പോകുന്നത് അച്ഛൻ്റെ ചേട്ടൻ്റെ വീട്ടിലേക്കാണ്. നേരത്തെ പറഞ്ഞില്ലേ പേരമ്മ, ആ അമ്മയുടെ വീട്ടിലേക്കാണ്. അപ്പോൾ അവിടെ അനിയത്തിയും കൊച്ചൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് ഞങ്ങളുടെ കുടുംബം. ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്നത് ഇവിടെയാണ്. അങ്ങനെ വീട്ടിലെത്തി. പിന്നെ എല്ലാവരും പെട്ടെന്ന് തന്നെ ചടപടിയെന്ന് ഒരുങ്ങാൻ തുടങ്ങി. ഞങ്ങൾ ചെന്നപ്പോഴേക്ക് ഒരാൾ കുളിക്കാൻ കയറുന്നേ ഉള്ളായിരുന്നു, അനിയത്തി. പിന്നെ കുഞ്ഞിനെ അവൾ പെട്ടെന്ന് തന്നെ ഒരുക്കി തന്നുകൊണ്ട് കുഞ്ഞുമായിട്ട് ഞങ്ങളങ്ങ് പോയി. 8:30 ചെല്ലണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ പിന്നെ പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് പുറകെ വന്നു. താറാക്കൂട്ടൻ. ഇതാണ് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകുന്ന വഴി. ഇതാണ് പുല്ലാട്ട് പാടം. സോ പാടത്തിൻ്റെ നടുക്കുള്ളൊരു ബണ്ടുണ്ട്, നടന്ന് നമുക്ക് അമ്പലത്തിൽ പോകാൻ. ഇവിടാണ് അമ്പലം, പുല്ലാട്ട് ദേവി ക്ഷേത്രം. അതുകൊണ്ട് അമ്മയൊക്കെ നടന്നു പോകുന്നു. മാവൊക്കെ നന്നായിട്ട് കായ്ച്ച് കുറേ മാങ്ങയുണ്ട്. കിളിച്ചുണ്ടൻ മാമ്പഴമാണ്. ആ ബണ്ടിലൂടെ 2 വീലർ വരും. അങ്ങനെയുള്ളവരൊക്കെ ഇതുപോലുള്ള ഏരിയയിലൊക്കെ വണ്ടി വെച്ചിട്ട് അവർ വീട്ടിൽ പോകും. വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുന്നവരൊക്കെ കൊണ്ടുപോകും, അല്ലാത്തവർ ഇങ്ങനെയൊക്കെ വെക്കും. അതാണ് പുല്ലാട്ട് പാടം. അമ്പലത്തിലെത്തിയപ്പോഴേക്കും അറുനാഴിയുടെ പൂജ ഉണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞാൽ പിന്നെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് സമയം ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു. ചോറ് കൊടുക്കുന്നവർ കുഞ്ഞിനും കൊണ്ട് നടയുടെ അവിടെ ചെല്ലുമല്ലോ. അപ്പോൾ സീതയും ഞാനും ഒക്കെ ഇങ്ങനെ ഒരു തമ്മിൽ നോക്കി അങ്ങ് മാറി നിൽക്കുകയാണ്. അമ്മയൊക്കെ തൊഴാൻ പോയി. ഓരോരുത്തരോരുത്തരോട്ടെ തൊഴുതിട്ടൊക്കെ വരുന്നു. അത് ഡ്രസ്സായിരുന്നു. ഷീഡേ 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 കുഞ്ഞപ്പാ. ചെറുതായിട്ട് സീതയൊന്ന് മയങ്ങിപ്പോയി പൂജ കഴിഞ്ഞപ്പോഴേക്കും. ആ സമയത്താണെങ്കിൽ തിരുമേനി ചോറ് കൊടുക്കാൻ വേണ്ടി വിളിക്കുകയും ചെയ്തു. അപ്പോൾ ചെറിയൊരലമ്പായി. ഒരു ചോറെടുക്കുക, ഒരെണ്ണം എടുക്കുക, നന്നായിട്ട് ഞെരടുക. പായസത്തിലൊന്ന് പൊടിയിച്ചാൽ മതി. ചാറിൽ പാൽപ്പായസത്തിൽ മുളകിലൊന്ന് തൊടുക, പുളിയിൽ ഉപ്പിൻ്റെ അടുത്ത് തൊട്ടാകും. ഉപ്പ് തൊട്ടാൽ പിന്നെ കഴിക്കത്തില്ല. പിന്നെ 2 പ്രാവശ്യം മധുരം കൊടുക്കും. 2 പ്രാവശ്യം പായസത്തിൽ പൊക്കി കൊടുക്കുമ്പോൾ കരച്ചിൽ മാറും.
പാൽപ്പായസമോ ഒന്ന് പാൽപ്പായസത്തിലും കൊടുക്കും. മാറി കൊടുത്തു എല്ലാവർക്കും അമ്മ ലാസ്റ്റ് കൊടുത്താൽ വേറെ എല്ലാവർക്കും കൊടുക്കാണ്ട് പായസപാത്രം എല്ലാവരും വാങ്ങും. മധുരം കൊടുത്താൽ മതി. പാൽപ്പായസം കൊടുത്തു. ചോറൂണ് കഴിഞ്ഞു. ഹലോ ഗൈസ്, ഞങ്ങളുടെ ചോറൂണ് കഴിഞ്ഞു. ഞങ്ങൾ നട്ടപ്പുറ വെയിലത്ത് പോവാണ്. ഇത് 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 സിസ്റ്ററാണ്, മോളമ്മ എന്നാണ് പേര്. ഇതാണ് ഞങ്ങളുടെ പാടം. ഇനിയും കുറെ നാള് ഇവർ രണ്ടുപേരും വ്ലോഗായിരിക്കും. നല്ല കരിഞ്ഞ വെയിലാണ്. കരിഞ്ഞ വെയിൽ. ഓക്കെ ബൈ പറഞ്ഞേക്ക്. ഓക്കെ ബൈ. അങ്ങനെ ഇന്നത്തെ വ്ലോഗ് കഴിഞ്ഞിരിക്കുകയാണ്. വീട്ടിൽ ചെന്ന് പൊറോട്ടയും കടലക്കറിയും കഴിക്കാനുണ്ട്. സോ ഇന്നത്തെ വ്ലോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ബൈ ബൈ.